ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മിസ്റ്റിക് മന്ത്ര. ഇന്ന് നമ്മൾ ചെയ്യുന്നത് പപ്പായ ഉപയോഗിച്ചിട്ടുള്ള ഒരു ഫേസ് പാക്കാണ്. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ പപ്പായ ഉപയോഗിച്ചിട്ടുള്ള ഒരു ഫേഷ്യൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോ കൂടെ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. നമുക്കൊരു ഫംഗ്ഷനൊക്കെ വരുമ്പോൾ നമ്മളൊരു പാർലറിൽ പോയി ചെയ്ത ഫേഷ്യലിനൊക്കെ ഒരു എഫക്റ്റ് കിട്ടുന്ന ഒരു കിഡിലൻ എന്നാൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ഫേഷ്യലായിരുന്നു അത്. പപ്പായ നമ്മുടെ ഫേസിന് ഒത്തിരി ബെനിഫിറ്റ്സ് ആണ് തരുന്നത്. സ്കിൻ കെയറിൽ വളരെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് പപ്പായ. അപ്പോൾ അതെന്തുകൊണ്ടാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ആ ഒരു പപ്പായ ഫേഷ്യൽ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് 1-2 പോയിന്റ് മാത്രം പറയാം. പപ്പായ നമ്മുടെ സ്കിന്നിന് നല്ലൊരു മോയ്സ്ചറൈസിങ് ഏജൻറ്റായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. പപ്പായയിൽ വൈറ്റമിൻ എ, വൈറ്റമിൻ ഇ, അതുപോലെ തന്നെ വൈറ്റമിൻ സി, പിന്നെ പപ്പായയിലുള്ള എൻസൈം ആയിട്ടുള്ള പപ്പായിൻ, ലൈക്കോപ്പീൻ എന്ന ഒരു ആൻറ്റി ഓക്സിഡൻറ്റ്, ഇതൊക്കെ നമ്മുടെ ഫേസിന് ഒത്തിരി ബെനിഫിറ്റ്സ് ആണ് തരുന്നത്. ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടീസ് പപ്പായയ്ക്കുണ്ട്. അതുപോലെ തന്നെ റിങ്കിൾസ് ഒക്കെ കുറയ്ക്കാനും സ്കിന്നിലുള്ള ഇലാസ്റ്റിസിറ്റി ഇമ്പ്രൂവ് ചെയ്യുന്ന കൊളാജൻ പ്രൊഡക്ഷൻസിനെ ബൂസ്റ്റ് ചെയ്യാനും, പിന്നെ നമ്മുടെ ഫേസിലുള്ള ഡാർക്ക് സ്പോട്ട്സിനൊക്കെ റെഡ്യൂസ് ചെയ്യാനും, പിഗ്മെൻറ്റേഷൻ റെഡ്യൂസ് ചെയ്യാനും, പിന്നെ നമ്മുടെ ഫേഷ്യൽ ഹെയറിനെ ഒന്ന് ലൈറ്റൻ ആക്കാനും, അതിൻ്റെ റീഗ്രോത്തൊക്കെ ഒന്ന് കുറയ്ക്കാനും, അങ്ങനെ പറഞ്ഞാൽ തീരാത്ത ഒത്തിരി ബെനിഫിറ്റ്സ് പപ്പായയ്ക്കുണ്ട്. അപ്പോൾ പപ്പായ വെച്ച് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ഫേസ് പാക്കാണ് ഇന്നത്തേത്. അപ്പം നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കുന്നത് നോക്കാം. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇതിനായി നമ്മൾ നന്നായിട്ട് പഴുത്തൊരു പപ്പായ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കുക. ഇതിപ്പോൾ കുറച്ച് ക്വാണ്ടിറ്റി കൂടുതലുണ്ട്, ഞാനത് കഴിക്കാനും കൂടെ അളവിലാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കാനായിട്ട് 1 ടേബിൾ സ്പൂൺ മാത്രം അളവിൽ അരച്ച ഈ ഒരു പപ്പായ മതിയാകും. ഇതിന് മിക്സിയിലിട്ടിട്ട് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. ഒട്ടും വെള്ളം ചേർക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക, കാരണം പപ്പായ അരയ്ക്കുമ്പോൾ തന്നെ നമുക്കിതുപോലെ വെള്ളം ചേർത്തൊരളവിലാണ് ഇത് കിട്ടുന്നത്. അപ്പോൾ ഇതിന് നമുക്ക് ഫേസ് പാക്ക് ഉണ്ടാക്കാനായിട്ട് 1 ടേബിൾ സ്പൂൺ അളവിലാണ് എടുക്കുന്നത്. പപ്പായ നിങ്ങൾ കഴിക്കാനും കൂടെ ശ്രദ്ധിക്കുക. നമ്മൾ എന്തിനാണോ ഈ ഒരു ഫേസ് പാക്കൊക്കെ ചെയ്യുന്നത് ആ ഒരു ബെനിഫിറ്റ് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ കഴിക്കുകയും കൂടെ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ്. നമ്മൾ 1 ടേബിൾ സ്പൂൺ അളവിലുള്ള പപ്പായയിലേക്ക് 1 ടീസ്പൂൺ അളവിൽ തേൻ ചേർക്കുക. അടുത്തായിട്ട് നമ്മൾ ചേർക്കുന്നത് 1 ടീസ്പൂൺ അളവിൽ പാലാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ അളവ് നിങ്ങൾക്ക് ഒരു ഇത്ര കൃത്യമായിട്ട് എടുക്കണമെന്ന് നിർബന്ധമില്ല. നമുക്കൊരു സ്മൂത്ത് പേസ്റ്റ് കിട്ടുന്ന രീതിയിലാണ് വേണ്ടത്. അപ്പോൾ എന്താണെങ്കിലും കൂടിപ്പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക, കാരണം ഫേസിൽ അപ്ലൈ ചെയ്യുമ്പം അല്ലെങ്കിൽ ഇതിങ്ങനെ ഒഴുകി പോകുന്നൊരവസ്ഥയിലേക്ക് വരും. പപ്പായ ഫേസ് പാക്ക് ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്കിത് ഫേസിൽ അപ്ലൈ ചെയ്യുന്നത് നോക്കാം. നമ്മൾ ആദ്യം തന്നെ ഫേസ് നന്നായിട്ട് കഴുകി ക്ലീൻ ആക്കണം. മേക്കപ്പൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നന്നായിട്ട് റിമൂവ് ആയി എന്ന് ഉറപ്പാക്കണം. അതിനുശേഷം ഇതുപോലെ കയ്യിലോ അല്ലെങ്കിൽ ഒരു ബ്രഷിലോ എടുത്തിട്ട് ഫേസിലെല്ലായിടത്തും ഈ ഒരു ഫേസ് പാക്ക് നന്നായിട്ട് അപ്ലൈ ചെയ്യുക. അപ്പോൾ നമ്മുടെ ഫേസ് പാക്ക് തീരുന്നവരെ നമുക്ക് കട്ടിയിലൊക്കെ ഇത് അപ്ലൈ ചെയ്യാം കേട്ടോ. അതിനുശേഷം നമ്മൾ ഒരു 20 മിനിറ്റൊക്കെ വെയിറ്റ് ചെയ്യുക. നമ്മളിത് ഫുള്ളായിട്ട് ഡ്രൈ ആവാനൊന്നും വെയിറ്റ് ചെയ്യേണ്ട, കാരണം 20 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ടും ഇത്രയൊക്കെ ഡ്രൈ ആയിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു 20 മിനിറ്റ് എന്നുള്ള സമയം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതിയാകും. അതിനുശേഷം നമുക്കിത് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മസാജ് ചെയ്യാനായിട്ട് നമ്മൾ മടി കാണിക്കരുത്. ഒരു 5 മിനിറ്റെങ്കിലും മിനിമം മസാജ് ചെയ്യുക. മാക്സിമം ഒരു 10 മിനിറ്റൊക്കെ ചെയ്താൽ മതിയാകും. അതിനുശേഷം നമ്മളിത് നന്നായിട്ട് കഴുകിക്കളയുക. ഇത് ആഴ്ചയിൽ 2 അല്ലെങ്കിൽ 3 തവണ നമുക്ക് ചെയ്യാം. അപ്പോൾ ഇതിൽ ഇൻഗ്രീഡിയൻസ് കുറവാണെങ്കിലും ഒത്തിരി നല്ല റിസൾട്ട് തരുന്നൊരു ഫേസ് പാക്കാണ്. ഈ ഒരു ചാനലിൽ ഒത്തിരി നാച്ചുറൽ റെമഡീസ് ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് DIY പ്രൊഡക്ട്സ്, അതായത് വീട്ടിലുണ്ടാക്കാൻ പറ്റിയ ഒത്തിരി സ്കിൻ കെയർ പ്രൊഡക്ട്സ്, അതായത് ഒരു എന്താ പറയുക, നമുക്കൊരു മോയ്സ്ചറൈസർ എങ്ങനെ ഉണ്ടാക്കാം, അതുപോലെ നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാൻ പറ്റിയ ക്രീം, നൈറ്റ് ക്രീംസ്, അതുപോലെ തന്നെ ടോണർ, വൈറ്റമിൻ സി സെറം, ഇതൊക്കെ എങ്ങനെ ഉണ്ടാക്കാം, അങ്ങനെ ഒത്തിരി വീഡിയോസ് ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ പ്രൊഡക്ട്സ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് വലിയ ടാസ്ക്കൊന്നുമല്ല, ഒരുപാട് പൈസ ചിലവുമില്ല. വളരെ എന്താ പറയുക, വളരെ സിമ്പിളായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചാണ് ഇങ്ങനെയൊക്കെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോസൊക്കെ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂ. ഇഷ്ടപ്പെടുവാണെങ്കിൽ ഈ വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അതുപോലെ തന്നെ നിങ്ങൾ ഈ വീഡിയോ പറ്റിയുള്ള അഭിപ്രായവും അതുപോലെ നിങ്ങളിത് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളുടെ കമൻറ്റ് എനിക്കും അതുപോലെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർക്കൊക്കെ ഒത്തിരി ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.